നിങ്ങളൊരു മോഡൽ എക്സാം ഒക്കെ എഴുതി തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ അത്ര നല്ല രീതിയിലൊന്നും എഴുതാൻ പറ്റിയില്ല. എന്തായാലും ഒരു മനസ്സോടെ നമ്മുടെ സൊല്യൂഷൻസ് ഒക്കെ നോക്കി ഏതൊക്കെയാണ് തെറ്റിപ്പോയെന്ന് നോക്കുകയാണ്. അപ്പം ആ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി നമ്മൾ കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിലൊക്കെ പഠിച്ച പല ക്വസ്റ്റ്യൻസിൻ്റെയും ചെറിയ വേരിയേഷൻസ് ആയിരുന്നു ഈ എക്സാമിന് വന്നത്. ചെറിയ സില്ലി മിസ്റ്റേക്സ് കാരണം അല്ലെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് അത് കിട്ടാതെ വന്നത്. ചെയ്ത് പഠിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ മെയിൻ എക്സാമിന് വന്നപ്പോൾ തെറ്റിച്ചു. അപ്പം തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നീറ്റിന് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത എല്ലാ കുട്ടികളും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണല്ലോ. നമുക്ക് മെയ് 3-ാം തീയതിക്ക് മുമ്പ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. സോ എന്താണ് അതിൻ്റെ പുറകെയുള്ള റീസൺസ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഓബ്വിയസ് ആയിട്ടുള്ള കുറച്ച് റീസൺ ഉണ്ട്, എന്നാൽ നിങ്ങൾ മേ ബി ആലോചിക്കാത്ത കുറച്ച് റീസൺസും ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യം ചോദിക്കട്ടെ, എല്ലാവരുടെയും അവസ്ഥ എന്താണ് ഇപ്പം? എല്ലാവരും ടെൻഷനിലാണോ? അതോ വലിയ കുഴപ്പമില്ലാതൊരു കോൺഫിഡൻസിൽ പഠിച്ച് പോകുന്നുണ്ടോ? അതോ കംപ്ലീറ്റ് ഹോപ്പ് വിട്ട് നടക്കൂല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണോ? അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് അങ്ങ് പഠിക്കാം ഇങ്ങനത്തെയൊക്കെ ഒരു മൈൻഡ് സെറ്റിലാണോ? ഞാനിപ്പം ഓരോ ക്യാമ്പസ് വിസിറ്റൊക്കെ ചെയ്യുമ്പം കുട്ടികളോട് ആദ്യം ഈ ഒരു ചോദ്യം ചോദിക്കും, എന്താണ് അവസ്ഥ? അപ്പം തിരിച്ചൊരു റിപ്ലൈ ഒന്നും പ്രതീക്ഷിച്ചല്ല അത് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവും ഓരോരുത്തരും ഏതൊരു മൈൻഡ് സെറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം നിങ്ങളിപ്പം നമ്മളിങ്ങനെ വീഡിയോയിൽ കൂടെ കാണുന്നത് കൊണ്ട് എക്സ്പ്രഷൻസ് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ കൺസേൺസ് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ഈ പ്രോബ്ലംസ് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതൊക്കെ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ സോ നമ്മുടെ ചോദ്യത്തിലോട്ട് തന്നെ വരാം. അതായത് എക്സാം ടൈമിൽ എഴുതുമ്പോൾ കിട്ടുന്നില്ല, എന്നാൽ വീട്ടിൽ വന്ന് സെയിം ക്വസ്റ്റ്യൻ തന്നെ എഴുതുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു മെയിൻ റീസൺ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റീസൺ സ്ട്രെസ് എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം നമുക്ക് ഒരു സിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റമാണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകുന്നത്. അതേസമയം വീടിൻ്റെ കംഫർട്ടിലിരുന്ന് ക്വസ്റ്റ്യനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്ന പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്. നമ്മൾ ഈ പഠിച്ചു വെച്ച് തലയിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്നത് ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം കുറച്ചുകൂടെ ഡോമിനൻ്റ് ആയിട്ടിരിക്കുമ്പോൾ. സോ എക്സാം ടൈമിൽ അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് മുമ്പ് ഒരു 30 minutes ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ ടൈമിലൊക്കെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ടിനെ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സിമ്പത്തറ്റിക് സിസ്റ്റം കൂടുതൽ ആക്റ്റീവ് ആവും. അപ്പം നിങ്ങൾ എക്സാം എഴുതി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നത് തന്നെ ഈ പറഞ്ഞ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം ബോഡി കൂടെ പോകുന്നൊരു മോഡിലാണ്. ആൻഡ് ആ സമയത്ത് നമുക്ക് പഠിച്ച കാര്യങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മൾ വീട്ടിലിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കോൺസിക്വൻസുകളും ഇല്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു എന്ന് പറഞ്ഞ് ഇതാരും കാണാൻ പോകുന്നില്ല, ഇതെവിടെയും ഒരു റാങ്ക് ലിസ്റ്റിലൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടേതായ കംഫർട്ടിൽ തന്നെ അത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം എക്സാം എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് നമ്മുടെ വീട്ടുകാരും നമ്മളും കാണാനുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് കാണാനുണ്ട്, വീട്ടുകാരൊക്കെ കാണാനുണ്ട്. സോ അവിടെ ഒരു കോൺസിക്വൻസ് ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള ആലോചനയും ഇതെല്ലാം ഈ പറഞ്ഞ സ്ട്രെസ്സിലോട്ട് ആഡ് ചെയ്യും. അപ്പം എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ എന്നുള്ളതും വളരെ ഓബ്വിയസ് ആണ്. ഈ പറഞ്ഞ സ്ട്രെസ് എന്നുള്ളത് ഒരു പരിധി വരെ വേണം, എസ്പെഷ്യലി അത് പഠിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പഠിക്കുന്ന സമയത്ത് ചെറിയ ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശരിക്കും ശ്രമിക്കുകയുള്ളൂ. ഇങ്ങനെ പഠിച്ച് എക്സാമിന് ഒരു 1 hour മുമ്പ് ആ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പതുക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എക്സാമിന് ഒരു 1 hour മുമ്പ് അല്ലെങ്കിൽ 30 minutes മുമ്പൊക്കെ ഓടിപ്പിടിച്ച് കുറേ കാര്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ റിസൾട്ട് മാറാൻ പോകുന്നില്ല. മേ ബി ഒരു ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ ഇപ്പോൾ MBBSന് കയറി കഴിഞ്ഞിട്ട് അവിടെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ അത് വർക്ക് ചെയ്യും, പക്ഷേ നീറ്റ് പോലെ ഒരു എക്സാമിന് അത് വർക്ക് ചെയ്യത്തില്ല. സോ ഒരു 1 hour മുമ്പ് തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ ആകണം, ഈ എക്സാമിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഓൾറെഡി ഇപ്പോൾ ഡിറ്റർമിൻഡ് ആണ്. ഇനിയിപ്പോൾ ഞാൻ പഠിക്കാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള കാര്യം റിയലൈസ് ചെയ്യാം. എക്സാം എഴുതുക, അതിലെ മിസ്റ്റേക്സ് വരും, ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത എക്സാം എഴുതും. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ വേണം നിങ്ങൾ എക്സാമിന് തൊട്ട് മുമ്പ് ഇരിക്കാൻ. പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് കുറച്ചധികം ടെൻഷൻ വരുന്നു അല്ലെങ്കിൽ മൈൻഡ് ബ്ലാങ്ക് ആയി ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഡീപ്പായിട്ട് 1-2 ബ്രെത്ത് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ്. ഓൾസോ 3 മണിക്കൂറിൻ്റെ എക്സാമാണ് എഴുതുന്നത്. ഈ 3 മണിക്കൂറും ഒരേ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഓക്കെ, ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഒരു മടുപ്പ് തോന്നും. അല്ലെങ്കിൽ ഇപ്പോൾ ബയോളജിയൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർ ബയോളജിയിലെ എല്ലാ ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് കഴിയുമ്പോൾ ഫിസിക്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മടുപ്പൊക്കെ തോന്നാം. അപ്പം ദാറ്റ് ഈസ് നാച്ചുറൽ. അങ്ങനെ വരുമ്പോഴും ഒരു 30 seconds അല്ലെങ്കിൽ 1 minute ബ്രേക്ക് എടുക്കുക, ഒന്ന് റീസെറ്റ് ചെയ്യാം. പാനിക് ആകാതിരുന്നാൽ മതി. നിങ്ങളുടെ ബ്രെയിൻ ഇടയ്ക്ക് വെച്ച് സ്ലോ ആകുന്നതൊക്കെ നോർമലാണ്. അപ്പോൾ അത് നോർമലാണെന്ന് മനസ്സിലാക്കി ഒരു ക്വിക്ക് 30 seconds ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്നവരും അതുപോലെ സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യുന്നവർ പ്രത്യേകം ഓർക്കണം, നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ശരിക്കും ഇമ്പ്രൂവ് ആകണമെങ്കിൽ ഓഫ്ലൈൻ എക്സാംസ് തന്നെ എഴുതണം. ഓക്കെ, വീടിൻ്റെ കംഫർട്ട് വിട്ട് കുറേ ആൾക്കാരുടെ ചുറ്റും ഇരുന്ന് എഴുതുന്ന ആ ഒരു പ്രാക്ടീസും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം
ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇവിടെ ഡോപ്പയിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യത്തെ 720 എക്സാംസ് ഒക്കെ വന്നപ്പോഴേക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു, എക്സാം അടുത്ത് വന്നു, അപ്പോൾ ഇനിയുള്ള ഫസ്റ്റ് എക്സാം തൊട്ടേ നല്ല മാർക്ക് വേണമെന്നുള്ളൊരു ടെൻഷനിലൂടെയാണ് എഴുതി തുടങ്ങിയത്. ബട്ട് ഇപ്പോൾ ഒരു മാസമായി സെയിം രീതിയിൽ തന്നെ വീണ്ടും കൂടുതൽ എക്സാംസ് അവർ എഴുതുന്നുണ്ട്. ബട്ട് അത്രയും തന്നെ അവർ ഇമോഷണൽ ആകുന്നില്ല. കാരണം റെഗുലറായിട്ട് ഇങ്ങനെ എക്സാംസ് എഴുതിയ ഒരു ശീലമായി പല റിസൾട്ട്, നല്ല റിസൾട്ടും മോശം റിസൾട്ടും ഒക്കെ കണ്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന അവരുടെ ഒരു ഇമോഷൻ, ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പം അതുപോലത്തെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങളും മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. ഇങ്ങനെ ഓഫ്ലൈനായിട്ട് എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഡോപ്പ ഒരുക്കുന്ന ഒരു അവസരമാണ് മാർച്ച് 29 നടക്കാൻ പോകുന്ന നീറ്റ് ഗാല എക്സാം. നിങ്ങൾ മെയ് 3 നീറ്റ് 2026 എഴുതാൻ പോകുമ്പം ആ സെൻറ്ററിൽ ചെന്ന് എന്തൊക്കെ സംഭവിക്കുന്നു, അതിൻ്റെ ഒരു ഇനിഷ്യൽ പ്രോസസ്സും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പുള്ള വെയിറ്റിംഗ് പീരീഡും ഒരുപാട് കുട്ടികളുടെ കൂടെയുള്ള ഒരു പ്രോപ്പർ എക്സാം നടക്കാൻ സാധ്യതയുള്ള അതുപോലത്തെ ഒരു എക്സാം ഹോളിലിരുന്ന് ഒരുപാട് കുട്ടികളുടെ കൂടെ നമ്മൾ എക്സ്പെക്റ്റഡ് ഒരു നീറ്റ് 2026 ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നീറ്റ് ഗാല. അപ്പം അത് ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. അതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ താഴെ ഉണ്ടാവും. അപ്പം ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂസ് ചെയ്യുക, മാക്സിമം ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുമ്പോഴേക്കും ഈ സ്ട്രെസ്സ് കാരണം നിങ്ങൾക്ക് മിസ്സായി പോകുന്ന മാർക്കുകളൊക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങും. രണ്ടാമത്തെ പോയിന്റ്, മേ ബി ഈ സ്ട്രെസ് എന്നുള്ള ഫാക്ടറിനെക്കാട്ടും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും. മേ ബി നിങ്ങളധികം ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരിക്കാം. നിങ്ങൾ വീട്ടിലിരുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം അത് വളരെ കംഫർട്ടബിൾ ആയിട്ടാണോ ചെയ്യുന്നതെന്നുള്ള കാര്യം ഒന്ന് നോക്കണം. കംഫർട്ടബിൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങളൊക്കെ ഓരോ ഗൈഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഈ പബ്ലിക്കലി നമുക്ക് മേടിക്കാൻ കിട്ടുന്ന മോഡേൺ ഗൈഡ് എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തെക്കാട്ടും കൂടുതൽ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നിപ്പിക്കുക, ആ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ തോന്നണമല്ലോ, ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എല്ലാ ചാപ്റ്റേഴ്സിലെയും ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് ഹെഡിങ് എഴുതി അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ അണ്ടറിൽ കൊടുത്ത് ആ ഒരു രീതിയിലുള്ള ഗൈഡുകളായിരിക്കും നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ഏത് ചാപ്റ്ററിലെ ഏത് ടോപ്പിക്കാണെന്ന് അറിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഏതൊരു റൂട്ടിൽ ചിന്തിക്കണമെന്ന് ഒരു ഐഡിയ ഓൾറെഡി ഒരു തരം ചീറ്റ് കോഡ് കിട്ടിയിട്ടുണ്ട്. ഫൈനൽ എക്സാമിന് അങ്ങനെയല്ലല്ലോ എഴുതാൻ പോകുന്നത്. ഫൈനൽ എക്സാമിന് വളരെ റാൻഡമായിട്ട് പല ടോപ്പിക്കിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഒരു ഓർഡറും ഇല്ലാതെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു സിനാരിയോയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രെയിനിൽ നിന്ന് റാൻഡമായിട്ട് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്തെടുക്കണം. ഇപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എപ്പോഴും ഈ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ റിവിഷൻ പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒറിജിനൽ എക്സാമിൻ്റെ ആ ഒരു സിനാരിയോ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യം ഈ രീതിയിൽ മാത്രമാണ് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. അപ്പം അവിടെയും ഈ പറഞ്ഞ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ സിനാരിയോസ് മാക്സിമം എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ള, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം റാൻഡമായിട്ട് പല പേജുകളിൽ നിന്ന് അല്ലെങ്കിൽ പല ചാപ്റ്റേഴ്സിൽ നിന്ന് എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതുപോലെ പലർക്കും ഉള്ളൊരു ശീലം, ഇപ്പോൾ ബയോളജിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബയോളജി ആദ്യം ചാപ്റ്റർ ഫുള്ള് വായിക്കും, എന്നിട്ട് ചാപ്റ്റർ വായിച്ച് ഒന്ന് പൊടിതട്ടി എടുത്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പം ഇറ്റ് ഈസ് ഈസി. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ ഒന്ന് കണ്ട് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിക്കകത്ത് അത് കയറ്റിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ കിട്ടുന്നത് കുറച്ചൊക്കെ ഒരു ഫോൾസ് കോൺഫിഡൻസ് ആണ്. അപ്പം ബയോളജി ഒക്കെ റിവൈസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ റാൻഡമായിട്ട് ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാതെ വരുമ്പോൾ എന്നിട്ട് ടെക്സ്റ്റ് എടുത്ത് നോക്കുക. തിയറി ആദ്യം പഠിക്കാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം കുറച്ചും കൂടി ആക്റ്റീവ് റീകോൾ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹെൽപ്സ് യു. അതാണ് നിങ്ങളുടെ ഒരു ബ്രെയിനിനെ കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ, ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പം നിങ്ങൾക്ക് എളുപ്പം എന്നുള്ള രീതിയിലൊരു പ്ലാൻ ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈം ചാലഞ്ചിങ് ആകണം. അപ്പോൾ അതിനൊന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. മേ ബി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമല്ലോ, ആ ഒരു ഫോർമാറ്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്ലസ് നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സമയത്തിനൊരു ലിമിറ്റ് ഒന്നും വെക്കാതെയാണ് നിങ്ങൾ ഫിസിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മേ ബി ഒരു 4-5 മിനിറ്റ് ഒക്കെ എടുത്തായിരിക്കും നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഓക്കെ ഇതെനിക്ക് അറിയാം. അതുകൊണ്ടും നമുക്ക് കാര്യമില്ല. ഓക്കെ, ആക്ച്വൽ എക്സാമിന് ഒരു ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പം ഈ ലിമിറ്റുകളൊക്കെ വെച്ച് തന്നെ വേണം നിങ്ങൾ റിവിഷൻ ടൈമിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പം നിങ്ങളുടെ റിവിഷൻ പ്രോസസ്സ് കൂടുതൽ ഡിഫിക്കൽട്ട് ആകുമ്പം ഈ എക്സാം പ്രോസസ്സ് പതുക്കെ എളുപ്പമായി തുടങ്ങും. മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പം ഇതറിയാമായിരുന്നു എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി നിങ്ങൾക്ക് ശരിക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് തന്നെ ആകാം. അതിൽ പലതും അത് വളരെ പ്രോപ്പറായിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഒരു മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ എന്നെ കണ്ടു. ഇനി ഏതെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടാലും അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇയാളെ എനിക്കറിയാലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, എനിക്കറിയാം എന്നുള്ളൊരു തോന്നൽ വരും. ബട്ട് ആക്ച്വലി ഞാൻ ആരാന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ. സെയിം കാര്യം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടുപോയിട്ടുണ്ടാവും. അപ്പം അതിൽ എല്ലാം ഒന്നും ഫുള്ളി മനസ്സിലാക്കിയായിരിക്കില്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്.
അപ്പം എക്സാം കഴിഞ്ഞ് സൊല്യൂഷൻസ് നോക്കുമ്പം അതിൽ സ്റ്റെപ്സൊക്കെ കാണുമ്പം ഇത് നമ്മളെവിടെയോ ചെയ്ത് കണ്ടുപരിചയം എന്നുള്ളൊരു ഫീലിംഗ് വരും. പക്ഷേ ഈ കണ്ടുപരിചയം കൊണ്ട് നമുക്ക് കാര്യമില്ല. അതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ്, അതിൻ്റെ പുറകിലുള്ള തിയറി ക്ലിയർ ആയെങ്കിൽ മാത്രമേ നീറ്റിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ രീതിയിൽ എത്രത്തോളം നിങ്ങളുടെ മിസ്റ്റേക്സ് പോകുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. അങ്ങനെ വേണമെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മിസ്റ്റേക്ക് അനാലിസിസ് പ്രോസസ്സ് വേണം. ഓക്കെ, ഓരോ എക്സാമും കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ മോഡൽ എക്സാമും കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നതാണ്. മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴും പിള്ളേർ രണ്ട് രീതിയിൽ ചെയ്യും. ഇപ്പം ഹോസ്റ്റലിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അനാലിസിസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും തെറ്റിപ്പോയ ക്വസ്റ്റിൻ്റെയൊക്കെ ഉത്തരം അല്ലെങ്കിൽ സൊല്യൂഷൻ ജസ്റ്റ് നോക്കി. അതെന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് അനാലിസിസ് ആണ്. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തെറ്റിയെന്നുള്ളത് മാത്രം പോരാ, എന്തുകൊണ്ട് തെറ്റിയെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് പലതരത്തിലുണ്ടാവും. മേ ബി അത് ഇപ്പം ചില ക്വസ്റ്റ്യൻസൊക്കെ ന്യൂമറിക്കൽസ് മാത്സിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിയതുകൊണ്ടായിരിക്കും പോയത്. അതൊരു ടൈപ്പ് ഓഫ് മിസ്റ്റേക്കാണ്. അതുപോലെ നിങ്ങൾക്ക് പാർഷ്യലി ക്ലിയർ ആയിട്ടുള്ള തിയറി അല്ലെങ്കിൽ കുറേയൊക്കെ തിയറി ആ ക്വസ്റ്റ്യൻ ബേസിൽ അറിയാം, ബട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ തുടങ്ങണം എന്നുള്ളൊരു പോയിന്റ് കിട്ടിയില്ല. അത് ഒരു ടൈപ്പ് ഓഫ് മിസ്റ്റേക്കാണ്. പിന്നെ തീരെ പഠിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഈ രീതിയിലൊരു 3-4 ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് ആയിട്ട് ലേബൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ. ഈ ഓരോ മിസ്റ്റേക്കിനും ഓരോ കളർ കൊടുത്തിട്ട് ആ രീതിയിൽ തന്നെ ലേബൽ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു 4-5 എക്സാംസ് എഴുതി അത് അനലൈസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും എന്ത് ടൈപ്പ് ഓഫ് മിസ്റ്റേക്സാണ് കൂടുതൽ വരുന്നത്. സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പ്രോബ്ലം മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴും അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. സോ വി ഹോപ്പ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ വെറുതെ കേട്ട് മാത്രം പോരുത്. എല്ലാ വർഷവും ഓൾമോസ്റ്റ് ഒരു മെജോറിറ്റി ഓഫ് നീറ്റ് ആസ്പിറൻസും പ്രിപ്പറേഷനിൽ വരുത്തുന്ന മിസ്റ്റേക്സ് ആണിത്. ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയത് അത് ഉപയോഗപ്പെടുത്താം. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പം ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണ്ട പ്രോബ്ലംസ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാൻ വളരെ താല്പര്യത്തോടെ നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. സോ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ മറ്റൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് കാണാം.